ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് കുക്കിങ്ങിന്റെ ഒന്നും വീഡിയോ അല്ല കേട്ടോ. ഇന്ന് നമ്മളൊരു ടൂർ പാക്കിങ്ങിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ ടൂർ പോകുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് കുറച്ചിത്തിരി പ്രയാസമാണല്ലേ. ചിലതൊക്കെ നമ്മൾ പാക്ക് ചെയ്തെടുക്കും. നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യും. പക്ഷെ വേണമെന്നുള്ളത് കാണാം, വേണ്ടാത്തതൊക്കെ പാക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ളതൊന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ല, ചില സാധനങ്ങളൊന്നും വിട്ടുപോയും കാണും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയും കൃത്യമായിട്ട് നമ്മൾ ഒരു ടൂർ പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു പാക്കിംഗ് ചെയ്യാം. അതിനുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ, കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇതാ ഒരു 5 ദിവസത്തെ ഒരു ടൂറാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കണക്കാക്കിയുള്ള ഡ്രസ്സും ബാക്കി കാര്യങ്ങളുമാണ് ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്തത് ഇതേപോലെ ഒരു കുഞ്ഞൻ ഡയറി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഒരു ഡയറിയോ ഒരു ബുക്കോ ഒരു ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു A4 സൈസ് പേപ്പർ ആയാലും മതി. ഓക്കെ, അപ്പൊ ഒരു പേപ്പർ വാങ്ങിച്ചാലും മതി. അത്യാവശ്യം ഒരു കുഞ്ഞു ബുക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ചിലപ്പോൾ നമ്മൾ അപ്പോഴായിട്ടായിരിക്കും ഓർത്ത് എഴുതുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നമുക്ക് ഓർത്ത് എഴുതി വെക്കാനും അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്യാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞൻ ഡയറിയോ എന്തെങ്കിലും ഒക്കെ ഒന്ന് വാങ്ങിച്ചോളൂ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ കേട്ടോ. അപ്പൊ എന്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടൂർ പ്ലാൻ ആണ്. എത്ര ദിവസത്തെ പ്ലാൻ ആണെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടേത് ഒരു 5 ദിവസത്തെ പ്ലാൻ ആണ് നമ്മൾ വച്ചിട്ടുള്ളത്. അപ്പൊ ആ 5 ദിവസത്തെ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് എത്ര പേരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എത്ര പേരുള്ള എന്നതിനനുസരിച്ച് അവർക്ക് 5 ദിവസം, അപ്പൊ 5 ദിവസത്തെ ഈ കണക്കാക്കി 5 ഡ്രസ്സ് വേണം. ഇപ്പൊ വലിയവരാണെങ്കിൽ 5 ഡ്രസ്സ് ഓക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എക്സ്ട്രാ ഒരു 2 ഡ്രസ്സോ 3 ഡ്രസ്സോ കൂടെ വച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുട്ടികളാണല്ലോ. അപ്പൊ അവര് ചിലപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ഡ്രസ്സിലാവാം, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആവാമല്ലോ, വെള്ളം എന്തെങ്കിലും കുടിക്കുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നം വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു 3 ഡ്രസ്സ് കുട്ടികൾക്ക് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ ടവല്, തോർത്ത്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കൂടെ നമ്മൾ എക്സ്ട്രാ കയ്യിൽ വച്ചിക്കേണ്ട ഐറ്റംസ് ആണ്. അപ്പൊ അതെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് നമ്മള് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വെള്ളത്തിന്റെ കാര്യമാണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്തിനനുസരിച്ചാണ് വെള്ളത്തിന്റെ കാര്യം സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ അത്യാവശ്യം നമ്മൾ എന്തായാലും ഒരു 5 ബോട്ടില് വെള്ളമെങ്കിലും നമ്മൾ കയ്യിൽ വച്ചേക്കുക. കുടിക്കാനുള്ള വെള്ളം 5 ബോട്ടിൽ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുക. കാരണം നമ്മൾ രാവിലെ നമ്മൾ അതിരാവിലെ പോകുന്നവരായിരിക്കുമല്ലോ. അപ്പൊ അതിരാവിലെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു കുറച്ച് സമയമൊക്കെ നമുക്കൊന്ന് ആ വെള്ളം വണ്ടിയിൽ ഇരുന്ന് തന്നെ കുടിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഛർദ്ദിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ വെള്ളം യൂസ് ചെയ്യാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 5 ബോട്ടിൽ വെള്ളം എക്സ്ട്രാ വച്ചിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്രസ്സിന്റെ കാര്യമെല്ലാം സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സുകൾ എടുക്കുക. എക്സ്ട്രാ നമ്മൾ എത്ര ഡ്രസ്സ് നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബുക്കിൽ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് എക്സ്ട്രാ ഡ്രസ്സുകൾ വേണം എന്നുള്ളത് അത് വാങ്ങിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ബഡ്ജറ്റും ഓക്കെ ആവും. നമുക്ക് എത്ര ഡ്രസ്സിന്റെ കാര്യങ്ങൾ അവിടെ സെറ്റായി. ഓക്കെ, അപ്പൊ ഡ്രസ്സ് കാര്യങ്ങൾ ഓക്കെ ആയി. പിന്നെ നമുക്ക് പാക്ക് ചെയ്യാനുള്ള ബാഗുകളാണ് കേട്ടോ അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മളിത് അവിടെ ഒരു അത്യാവശ്യം ഒരു വലിയ ട്രോളി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ 2 ബാഗും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എത്ര പേരാണ് ടൂറിനുള്ളത് അതിനനുസരിച്ച് ഡ്രസ്സുകളും കൂടുതൽ വേണ്ടി വരുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് തന്നെ ബാഗുകളുടെ എണ്ണവും കൂടുതലാവും. അപ്പൊ അത് നമ്മുടെ ആൾക്കാരുടെ അനുസരിച്ച് ബാഗ് സെറ്റ് ചെയ്ത് കണ്ടാൽ മതി. അപ്പൊ ബാഗ് നമ്മൾ ഒന്ന് റെഡിയാക്കി വെച്ചോളുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിന്റെ കാര്യം. വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 ബോട്ടിൽ വെള്ളമെങ്കിലും വച്ചിരിക്കണം. രാവിലെയോ രാത്രിയോ ഒക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ട്രാവൽ ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം വരും. എക്സ്ട്രാ എന്തെങ്കിലും വെള്ളത്തിന്റെ ആവശ്യം വരാതിരിക്കില്ലല്ലോ. കാരണം ഛർദ്ദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സ്ട്രാ കുടിക്കാനൊക്കെ ആവശ്യം വന്നാൽ പോലും നമുക്ക് പെട്ടെന്നൊന്ന് നിർത്തി വാങ്ങിച്ച് കുടിക്കുന്നതിനേക്കാളും നമുക്ക് അത്യാവശ്യം രാവിലെ രാത്രിയൊക്കെ ഒരുപാട് നിർത്തുന്നതിനേക്കാളും നല്ലത് കൂടുതൽ കയ്യിലുള്ളത് കുടിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി എക്സ്ട്രാ വെള്ളം വച്ചിരിക്കുക. പിന്നെ ഒരു കോഫിയോ ചായയോ ഒരു കട്ടനോ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു ഫ്ലാസ്ക് നമുക്ക് കരുതാൻ കേട്ടോ. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഇട്ടുകൊണ്ട് പോകുന്നതും നല്ലതായിരിക്കും. അതാവുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈവ് ചെയ്തൊക്കെ വരുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ആ ഒരു ഗ്ലാസ് കോഫിയൊക്കെ കുടിക്കാമല്ലോ. അപ്പം അത് ഒരു ഗ്ലാസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അതെല്ലാം നമ്മൾ ഈ ബുക്കിൽ അങ്ങോട്ട് എഴുതി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്രസ്സ് വെള്ളം
കോഫി ഇടാനുള്ള ഒരു ഫ്ലാസ്ക്, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഡ്രസ്സുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഡ്രസ്സ് എക്സ്ട്രാ വാങ്ങിക്കാനുള്ളതെല്ലാം നമ്മൾ ഇതേപോലെ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് എക്സ്ട്രാ എത്ര എണ്ണം വാങ്ങിക്കണം എന്നുള്ള കണക്കിലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടാനും വാങ്ങിക്കാനും ബഡ്ജറ്റ് കണക്കാക്കാനും നമുക്ക് സാധിക്കും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് മെഡിക്കൽ കിറ്റ് എന്ന് പറഞ്ഞാൽ. അതിന് പ്രത്യേക ഒരു ബാഗ് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ കൂടെ എത്ര പേരാണോ ടൂറിനുള്ളത് അവരുടെ ഓരോരുത്തരുടെയും അസുഖങ്ങളും അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മെഡിക്കൽ കിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ അത്യാവശ്യം അതിൽ കരുതേണ്ട കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫാമിലിയിൽ നമ്മൾ ടൂർ പോകുന്നവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവർക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മെഡിസിൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊരു മെഡിക്കൽ കിറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ബാഗില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ബാഗില് നമ്മൾ മെഡിക്കൽ കിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഓളിനി ഉണ്ട്. അത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മുറിവൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചതവൊക്കെ വരുമ്പോൾ തടവാനായിട്ട് ഓളിനി ഉണ്ട്. പിന്നെ വിക്സ് വെച്ചിട്ടുണ്ട്, ടീ ബാറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ശ്വാസമുട്ടലിന്റെ ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഹേലർ ഉണ്ട് കേട്ടോ. ഇൻഹേലർ ഉണ്ട്. പിന്നെ പാരസിറ്റമോള് കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കുള്ളതും വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മെഫ്താൾ വെച്ചിട്ടുണ്ട്. പിന്നെ റാൻഡാക്ക്, ഗ്യാസിന്റെ അസുഖങ്ങൾ വരുന്നവരാണല്ലോ, അപ്പൊ ഗ്യാസിന്റെ ഉള്ളത് കൊണ്ട് തന്നെ റാൻഡാക്ക് വെച്ചിട്ടുണ്ട്. റാൻഡാക്ക് കുട്ടികൾക്കുള്ളതും നമ്മൾ മുതിർന്നവർക്കുമായിട്ടുള്ള റാൻഡാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തുടങ്ങിയ ആവശ്യമായിട്ടുള്ളതും ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്റെ കൂടെയുള്ള ടൂറിനുള്ളവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള മെഡിക്കൽ കിറ്റാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള മെഡിസിൻ സാധനങ്ങളെല്ലാം ഇതിനകത്ത് നമ്മളൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഇതിനകത്ത് കരുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ടൂറിൽ കൂടെ ഉള്ളവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള മെഡിസിൻസ് കരുതുക കേട്ടോ. അപ്പൊ അതിനുള്ള ഒരു മെഡിക്കൽ കിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ടൂറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മുടെ വെഹിക്കിൾ, നമ്മൾ എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ടൂർ പോകുന്നത് കാറിലാണ്. അപ്പൊ ആ കാറിന്റെ ഒരു കണ്ടീഷനൊക്കെ നല്ലോണം ഒന്ന് നോക്കുക കേട്ടോ. അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഒരാഴ്ച മുമ്പ് നമ്മൾ സർവീസിന് കൊടുക്കുക. അതിന്റെ ടയർ, എയർ, അതിന്റെ ബ്രേക്ക് കാര്യങ്ങൾ അതെല്ലാം നല്ലോണം ഒന്ന് സെറ്റ് ചെയ്യുക. നമ്മൾ അതിന് സർവീസിന് കൊടുക്കുമ്പോൾ തന്നെ അത് ഓക്കെ അതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാറിന്റെ ബാക്കിൽ കുട്ടികൾക്കായിട്ട് കിടക്കാനായിട്ട് ഒരു എയർ ബെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കിടക്കാനായിട്ട് തലയണയും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ടൂർ പോകുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാമേ. അത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അതിലൊത്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ടൂർ പോകുന്ന സമയത്ത് അത് കാണിച്ചു തരാം. അപ്പൊ ഇതേപോലത്തുള്ള എക്സ്ട്രാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് കാറിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്ത് പോകുന്നതും കുറച്ചുകൂടെ നമ്മൾ ഈ ഇത്രയും ദിവസം ടൂർ ആകുമ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിട്ട് നമുക്ക് പോകാനും കുട്ടികൾക്കാണെങ്കിലും ഇത്തിരി കിടക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇത്തിരി സുഖമായിട്ട് കിടക്കാനും ഒക്കെ പറ്റിയ രീതിയിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അതും എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫാസ്റ്റാഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് ചാർജ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം ടോളൊക്കെ ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജിലാകുമ്പോൾ അത്യാവശ്യം എമൗണ്ടേ ആവുള്ളൂ. പക്ഷെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുമ്പോൾ അതിന്റെ ഇരട്ടി എമൗണ്ട് ആണ് ആവുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാസ്റ്റാഗ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് ചാർജ് ചെയ്ത് വെക്കുക എന്നുള്ളത് ചെയ്യുക. പിന്നെ പിന്നെ നമ്മൾ സ്വന്തം വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ പേപ്പറുകളെല്ലാം കൃത്യമായിട്ട് ഇൻഷുറൻസും പുക ടെസ്റ്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കുക. അതുകൂടാതെ തന്നെ പേപ്പറെല്ലാം കയ്യിൽ വച്ചിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പം പിന്നെ നമ്മൾ ബാഗ് ഇതെല്ലാം നമ്മളൊന്ന് റെഡി ആക്കിയതിന് ശേഷം നമ്മൾ ബാഗ് ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ബാഗിനകത്ത് നമുക്ക് ഓരോരുത്തരുടെ തുണി ഓരോരോ രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഈ വലിയൊരു ട്രോളിക്കകത്ത് കുട്ടികളുടെ 3 പേരെയും ഡ്രസ്സുകൾ കംപ്ലീറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു ബാഗിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ബാഗിനകത്ത് മെഡിക്കൽ കിറ്റാണ് വെച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു ബാഗിനകത്ത് എന്റെയും ചേട്ടന്റെയും നമ്മൾ രണ്ടുപേരും ഡ്രസ്സുകളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എക്സ്ട്രാ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് തോർത്ത്, ടവല്, പിന്നെ കുളിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കൊച്ചു സാധനങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെയാണ് മേക്കപ്പ് സാധനങ്ങൾ. അതും നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകം ഓരോന്നായിട്ട് എടുത്തങ്ങ് വെച്ചേക്കുക. മോയ്സ്ചറൈസറും സൺസ്ക്രീനും അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഫേസ് വാഷ് തുടങ്ങിയ അത്യാവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഹെയറിലോ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളും എല്ലാം കരുതി വയ്ക്കുക. പിന്നെ
നമ്മൾ എന്ത് ചെയ്യണം, പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പും ഓയിലും തന്നെ കൊണ്ടുപോകാനും യൂസ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണോ നമ്മൾ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ഡയറിയിൽ നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പാക്ക് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ടൂറിൽ പാക്കിങ് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയും നമുക്ക് അടിപൊളിയായിട്ട് ടൂറിൽ നമുക്ക് പോകാനും കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോവുകയും നമുക്ക് അതിനനുസരിച്ച് പോയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വരാനും സാധിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു ടൂർ പോകുന്ന സമയത്ത് ഇതേപോലെയൊക്കെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ 1 മാസം മുൻപേ ഡയറിയിൽ അങ്ങ് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സാധനങ്ങൾ എല്ലാം അവിടെ ആയിട്ടായിരിക്കുമല്ലോ കിടക്കുന്നത്, അതിനെല്ലാം എന്ത് ചെയ്യുക, ഒന്നിച്ചത് ഇതേപോലെ അങ്ങ് കൊണ്ടുവന്നതിന് ശേഷം അതായത് ബാഗിനകത്താക്കി അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ നമ്മൾ പല്ല് തേക്കുന്നത്, അതായത് രാവിലെ എണിക്കുന്നത് തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് വെച്ച് വെക്കുക കേട്ടോ. അതായത് പല്ല് തേക്കാനുള്ള ബ്രഷ്, കോൾഗേറ്റ് കാര്യങ്ങൾ, തല തേക്കുന്നത് എണ്ണ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വേറെ എണ്ണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ ഒരു ചെറിയ ബോട്ടിലാക്കി എടുക്കുക, സോപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷുകൾ, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, അങ്ങനെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് എടുത്തു വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഒരു ഡയറിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം അവിടെ ആയിട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരുന്നു. നമുക്ക് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് വെക്കാനും കൃത്യമായിട്ട് ആ പാക്കിംഗ് സാധനങ്ങൾ നമുക്ക് എവിടെയൊക്കെയാണെന്ന് അറിയാനും സാധിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഞാനൊരു ടൂറ് പാക്കിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ടൂർ പോകുന്ന സമയത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതിന് ശേഷം ഒന്ന് പാക്ക് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾ ഇതേപോലെ ചെയ്യുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ അത് അടിപൊളിയായിട്ട് നമ്മുടെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയും ഒരു കാര്യവും നമുക്ക് അതിൽ മിസ്സായി പോവുകയും ചെയ്യില്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ബാഗിനകത്തൊന്ന് പാക്ക് ചെയ്ത് കയറ്റണം കേട്ടോ. അപ്പൊ ആ സമയത്താണ് ഞാൻ ഒരു വീഡിയോ എടുത്തത്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം ടാറ്റാ.